അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ. ഇത് വലിയ അഥറുള്ള മജ്ലിസാക്കി അള്ളാഹു മാറ്റി തരട്ടെ. കുറഞ്ഞ സമയം ഈ സദസ്സിന്റെ ബറക്കത്ത് സാധുവായ എനിക്ക് കൂടെ കിട്ടുന്നതിനു വേണ്ടി ഔസുല്ലാദ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ സ്മരിച്ചുകൊണ്ട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പ്രാഥമികമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ മഹാന്മാരെ സ്മരിക്കുന്നത്, ഓർക്കുന്നത്? ഓല് ജീവിച്ചു കഴിഞ്ഞുവിട്ട് കുറെ കാലായി. ഹിജറ 470 മഹാനായ ഔസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ജനിച്ചത്. ഒരു 10 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ജനിച്ച മഹാനവറുകളെ നമ്മൾ എന്തിനോർക്കുന്നു? ഓർത്തിട്ട് എന്താ കിട്ടാനുള്ളത്? ചിലപ്പോൾ അങ്ങനെ ചില ആളുകൾ ചോദിക്കും. ആ ചോദ്യം കേൾക്കുമ്പം ചില ആളുകൾ വസ്വാസാകും. ഈമാനുള്ള ആളുകൾക്ക് അത്തരം ചോദ്യം ചോദിക്കാൻ കഴിയില്ല. കാരണം അവര് ഈമാനോടുകൂടെ നിലനിൽക്കുന്നത് തന്നെ ആ മഹത്തുക്കൾ ജീവിച്ചതുകൊണ്ടാണ്. അവരെ അങ്ങനെ ജീവിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ചോദിക്കുന്ന ആളുകൾക്കും നമുക്കും ഈമാനിന്റെ കണിക ലഭിക്കൂല. ഓരോ കാലത്തും വിശുദ്ധ ഇസ്ലാമിന്റെ ദഅവത്ത് നിർവഹിക്കുന്നതിന് വേണ്ടി പടച്ച റബ്ബ് തന്നെ ഒരുപാട് മനുഷ്യരെ അള്ളാഹു സംവിധാനിക്കും. അമ്പിയാക്കൾക്കു ശേഷം അവരുടെ പിന്തുടർച്ചക്കാർ അൽ ഉലമാ വറഹത്തുൽ അംബിയാ, പണ്ഡിതന്മാരാണ് അമ്പിയാക്കളുടെ അനന്തരഗാമികൾ. അള്ളാഹുവിനെ അറിഞ്ഞ ആലിമീങ്ങൾ അവരാണല്ലോ ഔലിയാക്കൾ. അപ്പൊ അങ്ങനെ ആ ഔലിയാക്കളും ആലിമീങ്ങളുമാണ് യഥാർത്ഥത്തിൽ അമ്പിയാക്കളുടെ പിന്തുടർച്ചാവകാശികളായി ഇസ്ലാമിക ദഅവത്ത് നിർവഹിക്കുന്നത്. അവര് ആ ദഅവത്ത് നിർവഹിച്ചത് കൊണ്ടാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറത്തും നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കലിമത്തു തൗഹീദ് മനസ്സിൽ ഉറപ്പിച്ച് ആവേശത്തോടെ നമ്മൾ പറയുന്നത്. അവർ കഠിനാധ്വാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ ഈമാനിന്റെ വെളിച്ചം നമുക്ക് കിട്ടൂല. ഓരോ കാലഘട്ടത്തിലുമുള്ള ആലിമീങ്ങൾ ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ദഅവത്ത് അത് നിർവഹിക്കാൻ സന്നദ്ധമായില്ലെങ്കിൽ പിന്നെയുള്ള കാലക്കാർക്ക് യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധ ദീനിന്റെ വിശ്വാസവും കർമ്മങ്ങളും ലഭിക്കൂല. എന്തിനാണ് നമ്മുടെ ആലിമീങ്ങൾ സയ്യിദവർകളടക്കം സ്ഥാപനങ്ങൾ നടത്തുന്നത്? അത് അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമിന്റെ നശ്റിന് വേണ്ടിയാണ്. ദീന് നിലനിൽക്കുന്നത് ഏതിലാണ്? ഇൽമിലാണ് ദീന് നിലനിൽക്കുന്നത്. ഇൽമില്ലെങ്കിൽ ദീനുണ്ടാകൂല. അപ്പൊ ഖിയാമത്ത് നാളുണ്ടാകുന്നതിന്റെ അടയാളമായി ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യമാണെന്ത്? ഇൽമു ഉയർത്തപ്പെടുക എന്നുള്ളത്. അപ്പൊ ഇൽമു ഉയർത്തപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈമാനോടുകൂടുള്ള ആളുകൾ ഉണ്ടാകൂല. മറ്റൊരടയാളമാണ് ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന സാഹചര്യം. അല്ലാഹ് എന്ന് വിശ്വാസത്തോടെ പറയുന്ന മനുഷ്യർ ഈ ഭൂമി ലോകത്ത് ഇല്ലാത്ത സന്ദർഭം വരുമ്പോ ലോകം അവസാനിക്കുന്ന സാഹചര്യമാകും. അപ്പൊ ഈമാൻ ഇങ്ങനെ ഉയർത്തപ്പെടുമ്പോ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടേയിരിക്കും, നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് ഇൽമു ഉയർത്തപ്പെടൽ? ഇൽമിന്റെ അഹ്ലുകാരെ അള്ളാഹു അവനിലേക്ക് സ്വീകരിക്കലുകൊണ്ട് ഈ മാസം മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ഓർക്കുന്ന മാസാണ്. നൂറുൽ ഉലമാ എം.എ. ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു അവിടുത്തെ ഓർക്കുന്ന മാസാണ്. ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് അവറുകൾ നവ്വറല്ലാഹു മർഖദ അവരെ ഓർമ്മിക്കുന്ന മാസമാണ്. റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് അവരെ ഓർമ്മിക്കുന്ന മാസമാണ്.
ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അവരെ ഓർമ്മിക്കുന്ന മാസം. ഇവരൊക്കെ ഈ മാസത്തിൽ വഫാത്തായ നമ്മൾ കാണുകയും പരിചയപ്പെടുകയും ചെയ്ത വലിയ ഇൽമിന്റെ ബഹറുകളായി ജീവിച്ച മഹാന്മാരായ ആലിമീങ്ങളാണ്. ഓലൊക്കെ ഇങ്ങനെ പോയി. അങ്ങനെ ഓരോരുത്തരും പോകുമ്പോ അതിന്റെ കുറവിങ്ങനെ സംഭവിക്കുക. നമ്മളിങ്ങനെ ട്രെയിൻ ഇറങ്ങി വാഹനത്തിൽ ഇങ്ങനെ വരുമ്പോ നമ്മളെ കൂട്ടാൻ വന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു, ബേക്കൽ ഉസ്താദിനെ കുറിച്ച് ഓർമ്മിച്ചു. അതേപോലെ തന്നെ പല ആലിമീങ്ങളെ കുറിച്ച് ഓർമ്മിച്ചു. അവരുടെ അഭാവം നികത്താൻ കഴിയാത്ത വിധത്തിൽ ഈ ഉമ്മത്ത് പ്രയാസപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും മൗത്ത് കൊണ്ട് ഇൽമ ഇങ്ങനെ ഉയർത്തപ്പെടുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. ഞാൻ അത് വിശദീകരിക്കുകയല്ല, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ ഇൽമിന്റെ അഹലുകാരാണ് ദീനിനെ നിലനിർത്തുന്നത്. ഓരോ കാലഘട്ടത്തിലും അവരാണ് ദീനിനെ നിലനിർത്തുന്നത്. അവരുടെ അസാന്നിധ്യം, അവരുടെ ഇടപെടലില്ലായ്മ അത് ദീനിന് വലിയ നഷ്ടം ഉണ്ടാക്കും. അള്ളാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന സാദാത്യങ്ങൾക്കും ആലിമീങ്ങൾക്കും ദീർഘായുസ് ആഫിയത്തോടെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരണീയരായ സുൽത്താനുൽ ഉലമ അള്ളാഹു പൂർണ്ണമായ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ആ അർത്ഥത്തിൽ ഇൽമിന്റെ അഹലുകാർ, ഗൗസുൽ ആദം തങ്ങൾ ഇൽമിന്റെ അഹലുകാരിൽപ്പെട്ട പ്രധാനിയാണ്. മഹാനവറുകൾ 18 വയസ്സുവരെ നാട്ടിൽ നിന്ന് പഠിച്ചതാണ് പ്രാഥമിക വിദ്യാഭ്യാസം. 18 വർഷത്തിനു ശേഷം 32 വർഷക്കാലം മുത്തഅല്ലിമീങ്ങള് നല്ലോണം ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മളൊരു 5-6 കൊല്ലം ഓതുമ്പോൾ അത്യാവശ്യമായി. ഇനിയൊന്ന് നിർത്താൻ എന്താണ് പണി? ഒരു ബിരുദം എവിടുന്ന കിട്ടുക? ഈ ആലോചനയാണ് പുതിയ കാലത്തെ മതവിദ്യാർത്ഥികൾക്ക് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. നമ്മൾ എവിടെ ഓതിയെത്തി, എന്തൊക്കെ തിരുവാടുണ്ട് എന്നതിനെ കുറിച്ചുള്ള ആലോചന അല്ല, വർഷം എത്രയായി എന്ന ആലോചനയെ പലർക്കുള്ളൂ. യഥാർത്ഥത്തിൽ ആ ഒരു ചിന്തയല്ല വേണ്ടത്. തങ്ങൾ ഓർമ്മിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് 18 വയസ്സിനു ശേഷം 32 വർഷക്കാലം, ചെറിയ കാലല്ല, 32 വർഷക്കാലമാണ് ഇൽമു തേടിയുള്ള യാത്ര, നാട് വിട്ടുകൊണ്ടുള്ള യാത്ര. അതുവരെ നാട്ടില്. അപ്പൊ ആ ഇൽമു തേടിയുള്ള യാത്ര ദീർഘമായ 32 വർഷക്കാലം മഹാനവറുകൾ നിർവഹിച്ചു. അതിനുശേഷം 40 വർഷക്കാലം ഇസ്ലാമിക ദഅവത്തിന്റെ വഴിയിൽ മഹാനവറുകൾ ചെലവഴിച്ചു. 18, 32, 40, 91 വർഷക്കാലം മഹാനായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി തന്റെ ആയുസ് ചെലവഴിച്ചു. അപ്പൊ 32 വർഷക്കാലത്തെ ഇൽമു തേടിയുള്ള യാത്ര, ആ യാത്രയാണ് ഗൗസുൽ ആദം തങ്ങളെ രൂപപ്പെടുത്തിയത്, അവിടത്തേക്ക് വലിയ ഔന്നിത്യമുണ്ടാക്കിയത്, അവിടത്തേക്ക് അല്ലാഹുമായുള്ള മുശാഹദത്തും മുഖാറബത്തും ലഭിക്കാൻ, മഅരിഫത്തും ലഭിക്കാൻ കാരണമായത്. വെറുതെ അല്ല, ആ ഇൽമിന്റെ ആഴം കൊണ്ട്. ഇൽമില്ലാണ്ട് ബൈപ്പാസ് നേടി മെല്ലെ രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്ന പുതിയ കാലത്തെ ആത്മീയവാദികളുണ്ട്. അവരോടൊരു മസ്അല ചോദിച്ചാൽ പറയാൻ കഴിയില്ല. അവരോട് ദീനിന്റെ അടിസ്ഥാനപരമായ വിശ്വാസപരമായ ഒരു കാര്യത്തിന്റെ വിഷയത്തിൽ സംശയം ചോദിച്ചാൽ പലർക്കും മറുപടി പറയാൻ കഴിയൂല. കാരണം ഇൽമിന് അത്ര ആഴമില്ല. അത് ചിലപ്പോ അത് അറിയില്ലെങ്കിലും സ്വന്തം ജഹാലത്ത് വെച്ചുകൊണ്ട് ഫത്വ കൊടുക്കുന്ന ദയനീയമായ സാഹചര്യമാണ് പലപ്പോഴും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. വലിയ ദുരന്തമാണത്. ഇൽമിൽ മുതബഹിരീങ്ങളല്ലാത്ത ആളുകൾക്ക് വിലായത്തിന്റെ മർത്തബയിലേക്ക് പോകാൻ കഴിയൂല. ലോകത്ത് കഴിഞ്ഞുപോയ സർവ്വ ആരിഫീങ്ങളുടെയും ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അങ്ങനെയല്ലാതെ നമ്മൾ കാണുന്നില്ല. അവരുടെ ഇൽമിന്റെ ആഴം കൊണ്ടാണ് അവർക്ക് ആത്മീയമായ വളർച്ച ലഭിക്കുന്നത്. അപ്പൊ മഹാന്മാരായ ഔലിയാക്കൾ അവർ ഇൽമിനു വേണ്ടി ഒരുപാട് കാലം ചിലവഴിച്ചു. ഈ മശായിഖുമാരോടൊപ്പം ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം വെറും ഖിദ്മത്ത് ചെയ്ത് നടക്കുക എന്നുള്ള മാത്രമല്ല.
മറിച്ച് അവരുടെ കൂടെ അവരിൽ നിന്ന് ലഭ്യമാകുന്ന ഇൽമ് കരസ്ഥമാകാൻ വേണ്ടി നടക്കാനും കൂടെയാണ്. ചില ആളുകൾ വിചാരിച്ച് അവരുടെ കൂടെ ഇങ്ങനെ നടക്കാന്ന് ഇങ്ങനെ നടന്നാ മതി. അങ്ങനെ നടന്നുകൊണ്ട് മാത്രം എന്ത് ചെയ്യൂല, ആത്മീയമായ വളർച്ചയിലേക്ക് വരൂല. ആ നടന്നതിന്റെ ഖിദ്മത്തിന്റെ ബറക്കത്ത് അവർക്ക് ലഭിച്ചു എന്ന് വരും. മഹാന്മാരെ ആദരിച്ചതിന്റെയും ബഹുമാനിച്ചതിന്റെയും ബറക്കത്ത് ലഭിക്കും. പക്ഷേ മാരിഫത്തിന്റെ തലത്തിലേക്ക് പോകണമെങ്കിൽ, വിലായത്തിന്റെ തലത്തിലേക്ക് പോകണമെങ്കിൽ അവരിൽ നിന്നുള്ള ഇൽമു കൂടെ മനസ്സിൽ സ്വായത്തമാക്കിയിട്ട് അത് നേടുക മാത്രമല്ല, അത് പ്രയോഗിക്കുകയും ആ ഇൽമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ ആ വിധാനത്തിലേക്ക് ഉയരാൻ പറ്റുക. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇൽമിൽ വിശാലതയുള്ള ഇസ്ലാമിക ദഅവത്തിനു വേണ്ടി ജീവിച്ച ഭൗതികമായ ലോകത്തിന്റെ ഒരു പ്രൗഢിയും അതിന്റെ ഒരു താല്പര്യവും മനസ്സിൽ സൂക്ഷിക്കാതെ ജീവിച്ചു കഴിഞ്ഞുപോയ മഹാന്മാർ, ആ മഹാന്മാരെ ഓർമ്മിക്കുന്നത് കൊണ്ട് എന്താണ് നമുക്ക് ലഭിക്കുക? സ്വാലിഹീങ്ങളെ സ്മരിക്കുന്നത് വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള വഴിയാണ് എന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പൂർവകാലത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കളെ ഓർമ്മിക്കണം എന്നുള്ളത് അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് മുഅ്മിനീങ്ങൾ ചെയ്യേണ്ടതാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. വമൻ യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അല്ലാഹുവിന്റെ ശിആറുകൾ അതിനെ ആദരിച്ചാൽ, അല്ലാഹുവിന്റെ ശിആറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് കാര്യങ്ങൾ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. കഅബാലയം അല്ലാഹുവിലേക്ക് അറിയിക്കുന്ന അടയാളമാണ്. അമ്പിയാക്കൾ അല്ലാഹുവിലേക്ക് അറിയിക്കുന്ന അടയാളങ്ങളാണ്. ദീനിയായ സ്ഥാപനങ്ങൾ അല്ലാഹുവിലേക്ക് അറിയിക്കുന്ന അടയാളമാണ്. അല്ലാഹുവിന്റെ ഭവനങ്ങൾ, പള്ളികൾ അല്ലാഹുവിന്റെ ശിആറിൽപ്പെട്ടതാണ്. ആലിമീങ്ങൾ അല്ലാഹുവിന്റെ ശിആറിൽപ്പെട്ടതാണ്. ഔലിയാക്കൾ അല്ലാഹുവിന്റെ ശിആറിൽപ്പെട്ടതാണ്. ഇങ്ങനെ വിശാലമായ ഒട്ടനവധി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അല്ലാഹുവിലേക്ക് അറിയിക്കുന്ന അവന്റെ ശിആറുകൾ എന്ന് പറയുന്നത്. ആ ശിആറുകളെ ആരെങ്കിലും ആദരിച്ചാൽ, അങ്ങനെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും കുഫറാണ്, ശിർക്കാണ്, ഇസ്ലാമിന്റെ പരിധിക്ക് പുറത്താണ് എന്നല്ല പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ബിദ്അത്തിന്റെ കക്ഷികൾ അങ്ങനെയാ പറയാറുള്ളത്. അവർ തങ്ങൾ ഓർക്കാൻ അവർക്ക് ഭാഗ്യമില്ല. ദിഫായി ശൈഖ് തങ്ങൾ ഓർക്കാൻ അവർക്ക് ഭാഗ്യമില്ല. ഒരു മഹാന്മാരെ ഓർക്കാൻ അവർക്ക് ഭാഗ്യമില്ലാതെ പോയി. അല്ലാഹു അവരുടെ ഈമാൻ സലാമത്താക്കി കൊടുക്കട്ടെ, നന്നാക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്ര വലിയ ദൗർഭാഗ്യമാണത്, നഷ്ടമാണത്. മഹാന്മാരെ, അല്ലാഹുവിന്റെ ശിആറാകുന്ന മഹാന്മാരെ, അവരെ ആദരിക്കുക എന്നത് അത് ആരിൽ നിന്നുണ്ടാകുന്ന ഏർപ്പാടാണ്? ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. തഖ്വയുള്ള ഖൽബിൽ നിന്നുണ്ടാകുന്ന സംഗതിയാണ്. അല്ലാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യരുടെ, വിശ്വാസികളുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഈ മഹാന്മാരെ ആദരിക്കുക, ബഹുമാനിക്കുക എന്ന സംഗതി. അപ്പൊ അങ്ങനെ ബഹുമാനിക്കുന്നവർ, ആദരിക്കുന്നവർ, നമ്മൾ തങ്ങളെ സ്മരിക്കാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടുന്നവർ, അങ്ങനെയുള്ളവരുടെ ഖൽബിൽ തഖ്വ അസ്തമിച്ചിട്ടില്ല എന്നതിന്റെ അടയാളമാണിത്. അവരുടെ മഹത്വം പറയുന്നവരും അത് കേൾക്കുന്നവരും അവരുടെ ഹൃദയാന്തരങ്ങളിൽ പടച്ച റബ്ബിനെ കുറിച്ചുള്ള പേടി അവശേഷിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. ഇതെന്റെ വകയിലല്ല, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. തഖ്വയുള്ള ഹൃദയങ്ങളിൽ നിന്നാണ് ആദരവ് വരിക. അപ്പോ തഖ്വയുള്ളവർ മഹാന്മാരെ ആദരിക്കും, ബഹുമാനിക്കും, സ്നേഹിക്കും. അതേപോലെ തന്നെ വിശ്വാസികൾ അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പരിഹരിക്കപ്പെട്ടു കിട്ടാൻ മഹാന്മാരെ സ്മരിക്കുന്നവരാണ്, ഓർക്കുന്നവരാണ്. കഴിഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആനൊന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഖുർആനിൽ നോക്കിയാൽ ഖുർആനിൽ ആകെക്കൂടെ എന്തൊക്കെയാണ് ഉള്ളത്? ഒന്ന്, ശറഇന്റെ ഹുക്മ് പറയുന്നുണ്ട്. ഒരു ഭാഗം അതാണ്.
ഖുർആനിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ശറഇന്റെ ഹുക്മുകൾ വിശദീകരിക്കലാണ്. മറ്റൊരു ഭാഗമോ ഖസസുകളാ, ചരിത്രങ്ങളാ. ഖുർആനിലെ പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ അതാണ്. ആരുടെ ചരിത്രങ്ങളാണ്? കള്ളക്കഥകളല്ല. പിന്നെയോ പൂർവകാലത്ത് കഴിഞ്ഞുപോയ മഹാന്മാരുടെ കഥകളാണ് വളരെ കൂടുതലുള്ളത്. മഹാന്മാരെ ഓർമ്മിക്കണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ ഈ കഥ പറയണോ? പറയാതിരിക്കല്ലേ വേണ്ടേ? പക്ഷെ അള്ളാഹു അടിക്കടി പറഞ്ഞു എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ചില സൂറത്തുകളുടെ പേര് തന്നെ എന്താണ്? സൂറത്തുൽ ലുഖ്മാൻ. അതൊരു അധ്യായത്തിന്റെ പേരാണ്. മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മിക്കുകയാണ് അവിടെ. വിലായത്തിന്റെ മർത്തബയിൽ ഉന്നതമായ സ്ഥാനമുള്ളവരാണ് അവർ. സൂറത്ത് മറിയം, സ്ത്രീകളുടെ കൂട്ടത്തിലുള്ള വലിയ വിലായത്തുള്ള മഹദിയാണ് മറിയം റളിയല്ലാഹു അൻഹാ. റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയാണ്. വലിയ അത്ഭുതം കാണിച്ചവരാണ്. ഉണങ്ങിയ മരം പിടിച്ചു കുലുക്കിയപ്പോ നല്ല പഴം ഇങ്ങനെ അതാ ഉതിർന്ന് വീണതിന്റെ അത്ഭുതം പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. വിലായത്തിന്റെ മർത്തബയിൽ സ്ത്രീ സഹോദരങ്ങളുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരാണ് മഹദിയായ മറിയം റളിയല്ലാഹു അൻഹാ. ഇങ്ങനെ ഔലിയാക്കളുടെ പേരിൽ തന്നെ പരിശുദ്ധ ഖുർആനിൽ അധ്യായങ്ങളുണ്ട്. അമ്പിയാക്കളുടെ പേരിൽ കണ്ടമാനുണ്ട് എന്ന് നമുക്കറിയാം. സൂറത്ത് യൂസുഫ്, സൂറത്ത് ഹൂദ്, സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് യൂനുസ്, ഇങ്ങനെ തുടങ്ങി എത്ര അമ്പിയാക്കളുടെ പേരിലാണ് അധ്യായങ്ങളുള്ളത് എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഈ ഹെഡിങ് ഇടങ്ങളുണ്ട്, അധ്യായങ്ങൾക്ക് പേരിടലുകൊണ്ടും അതേപോലെ തന്നെ ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും കഥകൾ പറയുന്നത് കൊണ്ടും സൂറത്ത് യാസീൻ ഓതിയാൽ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. ഔലിയാക്കളെ അതേ അത്ഭുതങ്ങൾ കേൾക്കുകയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് പരിശുദ്ധ ഖുർആനിലുടനീളം അതേ ഫാത്തിഹ മുതൽ സൂറത്തു നാസ് വരെ പരിശോധിച്ചാൽ ഒരുപാട് ഇടങ്ങളിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഔലിയാക്കളെ മഹത്വം ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, അമ്പിയാക്കളെ മഹത്വം പറഞ്ഞു പോയിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്താണ് ഈമാനുള്ള ആളുകൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്? മഹാന്മാർ ഓർമ്മിക്കപ്പെടേണ്ടവരാണ്, സ്മരിക്കപ്പെടേണ്ടവരാണ്, ആദരിക്കപ്പെടേണ്ടവരാണ്. വിസ്മരിക്കാൻ അനുവദിച്ചുകൂടാ, അവരെ മറന്നുകൂടാ. കാരണം എന്തിനെ അവരെ ഓർമ്മിക്കുന്നു? അതിന്റെ ഒരു കാരണം അവരെ ആദരിക്കലാണൊന്ന്. രണ്ടാമത്തതോ അവരുടെ ജീവിതം ഇങ്ങനെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ ഒന്ന് കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ നമ്മുടെ ഈമാനിന് വർധനമുണ്ടാകും, തഖ്വക്ക് വർധനമുണ്ടാകും, ആത്മീയമായ വളർച്ചക്കത് സബബാകും. കാരണം അവരുടെ ജീവിത ചരിത്രം, ആ ജീവിത ചരിത്രം പറഞ്ഞു പോകാൻ മാത്രമുള്ളതല്ലല്ലോ, അത് ജീവിതത്തിൽ പകർത്താനും കൂടെയുള്ളതല്ലയോ. തീർച്ചയായും അതിനു വേണ്ടിയാണ് അവരെ ഓർമ്മിക്കുന്നത്. ആ അർത്ഥത്തിൽ നമ്മുടെ ആത്മീയമായ വളർച്ച ഒരു ഭാഗത്ത് നമുക്ക് ലഭിക്കുകയാണ്. അവരോടുള്ള മഹബത്ത് നമ്മളെ ഖൽബിൽ വർദ്ധിക്കുകയാണ്. ഇതെല്ലാം സാധിക്കാനാണ് പരിശുദ്ധ ഖുർആൻ തന്നെ ആ രീതിയിൽ അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, മഹാനായ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ നമ്മൾ ഈ സദസ്സിൽ സ്മരിക്കുമ്പോൾ അത് വെറുതെയല്ല, നമുക്ക് വലിയ ആദരവ് ലഭിക്കാനുള്ള വഴിയാണ്. ശ്രേഷ്ഠരായ വ്യക്തികളാണ് അവർ. അവരൊരു സാധാരണ വ്യക്തികളായി നമുക്ക് കാണാൻ കഴിയില്ല. അതേ തങ്ങളെ മഹത്വം എന്തൊക്കെയാണ്? ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശാലമായ ഇൽമിന്റെ ഉടമയാണ്, ഉറവിടമാണ്. വേറെ ഒരു വഴിക്കോ അഹ്ലു ബൈത്തിലെ പ്രധാനിയുമാണ്. അന്തൽ ഹസൈനിയ വൽ ഹസനിയ കുന്ത മഅ അബൻ
من شريفين قد اجتمعا. ആരാണ് മഹാനായ ഗൗസുൽ ആദം തങ്ങള്? ചില്ലറക്കാരനല്ല. ഇൽമിന്റെ വിശാലതയുണ്ട്, അതോടൊപ്പം ഒരിക്കലും മറുത്തു മാറ്റാൻ കഴിയാത്ത സ്ഥാനമാണ്. അഹ്ലു ബൈത്തിൽപ്പെട്ടവനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരക്കുട്ടിയാണ്. ഈ സദസ്സ് മഹാനായ അതേ സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നു. നമുക്കത് വലിയ മനസ്സിന് സന്തോഷമാണ്, നമുക്ക് വല്ലാത്തൊരാനന്ദമാണ്. കാരണം എന്തേ? മഹാന്മാരഖിലവും അതേ പാരത്രികമായ ലോകത്തെ രക്ഷയ്ക്കു വേണ്ടി അവലംബമായി കണ്ട വഴി അത് അഹ്ലു ബൈത്താണ്. ആലുന്നബി ദരിയതി വഹുമു ഇലൈഹി വസീലതി. നമ്മുടെ വസീലയാരാണ്? നമ്മുടെ അവലംബമാരാണ്? നമുക്ക് പ്രതീക്ഷയാരാണ്? നമുക്ക് അത്താണിയാരാണ്? അത് അഹ്ലു ബൈത്താണ്. അത് വെറുതെയല്ല, അത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഇവിടെ അവശേഷിപ്പിച്ചു പോയ കാര്യങ്ങളിൽ പെട്ടതാണ്. തറക്തു ഫീക്കും അംറൈൻ. ഇതാ നിങ്ങൾക്ക് വേണ്ടി രണ്ടു കാര്യങ്ങൾ ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നു. ആ രണ്ടു കാര്യങ്ങളിൽ ഒരു കാര്യം എന്താണ്? അത് അല്ലാഹുവിന്റെ കലാമായ ഖുർആനാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്? അതേ എന്റെ ഇത്രത്താണ്, എന്റെ അഹ്ലു ബൈത്താണ്. അല്ലാഹുവിലേക്ക് നമുക്ക് ചേരാനുള്ള വഴി അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമ്മൾ അല്ലാഹുവിനെ നേരിട്ട് അനുഭവിച്ചിട്ടില്ല. അതേ അവനോട് നേരിട്ട് കണക്ഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല. അത് ലഭിച്ചത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അല്ലാഹുവുമായി നേരിട്ട് കണക്ഷൻ ലഭിച്ചത് മുത്തുനബിക്കാണ്. ആ മുത്തുനബിയാണ് നമുക്ക് സൃഷ്ടാവിനെ പരിചയപ്പെടുത്തി തരുന്നത്, വിശദീകരിച്ചു തരുന്നത്. ആ വിശദീകരണത്തിൽ നിന്നാണ് നമുക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ റബ്ബിലേക്കുള്ള വസീല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുള്ള വസീലയോ അത് അവിടുത്തെ ഇത്റത്താണ്, അഹ്ലു ബൈത്താണ്. അതുകൊണ്ടാണ് 23 വർഷക്കാലത്തെ ഇസ്ലാമിക ദഅവത്ത് ത്യാഗങ്ങളേറെ സഹിച്ചിട്ട് ലോകത്തിന്റെ നേതാവ് പൂർത്തീകരിക്കുമ്പോൾ മുഅ്മിനീങ്ങളെ അതിന്റെ ഇടക്ക് വല്ല കാര്യവും ദുനിയാവിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകരം ചോദിച്ചിട്ടുണ്ടോ? ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ദുനിയാവിൽ ഒന്നും അവിടുന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ആകെ കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കാര്യം എന്താ? ഇല്ലൽ മവദ്ദത ബിൽ ഖുർബാ. അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹം കാണിക്കണമെന്നാണ്, ആദരവ് കാണിക്കണമെന്നാണ്, പരിഗണന കൊടുക്കണമെന്നാണ്. ആ പരിഗണന ആർക്കു വേണ്ടിയാണ് കൊടുക്കുന്നത്? അത് കാണിക്കുന്നവർക്ക് ഗുണം കിട്ടാൻ വേണ്ടിയാണ്, അല്ലാഹുവിന്റെ പരിഗണന കിട്ടാനാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഗണന കിട്ടാനാണ്. അതുകൊണ്ടല്ലേ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അതേ ഹദീസ് ഉദ്ധരിച്ചില്ലേ, ഇത് വിശദീകരിച്ചെടുത്ത് പറഞ്ഞല്ലോ, മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത സിദ്ദീഖാ.
അഹ്ലു ബൈത്തിന്റെ ഇഷ്ടത്തോടെ ഒരാൾക്ക് ലോകത്തോട് പിരിയാൻ പറ്റിയാൽ, ലോകത്ത് നിന്ന് മരിക്കാൻ പറ്റിയാൽ, അഹ്ലു ബൈത്തിന്റെ ഇഷ്ടത്തോടെ ഒരാൾക്ക് ജീവൻ അവസാനിക്കാൻ പറ്റിയാൽ, ഒരാളുടെ മൗത്ത് സംഭവിച്ചാൽ മാത സിദ്ദീഖാ, സിദ്ദീഖീങ്ങളെ കൂട്ടത്തിലായിട്ടാണ് അയാൾ മരിക്കുന്നത്. അതേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ചേരാനുള്ള യോഗ്യത ഈ ഒരു മഹബ്ബത്ത് കാരണമുണ്ട് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോ മഹാനായ ഗൗസുൽ ആദം തങ്ങൾ അവിടുന്ന് അഹ്ലു ബൈത്തിലെ പ്രധാനിയാണ്. പിതാവിന്റെ വഴിയിലൂടെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അസ്സിബ്തൈൻ ശഹീദൈൻ, രണ്ടു രക്തസാക്ഷികളാ, സ്വർഗത്തിലെ നേതാക്കളാ. ആ പ്രഗൽഭരായ രണ്ടുപേരിലേക്കും പിതാവിലൂടെയും മാതാവിലൂടെയും കണക്ഷൻ ലഭിച്ചവരാണ്. മഹാനായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുത്തെ പിതാവിലൂടെ, അതേ അബൂ സ്വാലിഹ് മൂസാ റളിയല്ലാഹു അൻഹുവിലൂടെ 11ാമത്തെ പിതാവാണ് ഹസൻ റളിയല്ലാഹു അൻഹു. അതേ തന്റെ പ്രപിതാക്കളിൽ 11ാമനായി ഹസൻ റളിയല്ലാഹു അൻഹു ഉണ്ടാകുമ്പോൾ, അതേ മഹദിയായ സയ്യിദ ഫാത്തിമ ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹാ, ഉമ്മയുടെ പേരെങ്ങനെയാണല്ലോ, ഉമ്മയുടെ പാവതേ പിതാക്കളിലൂടെ മഹാനായ ഗൗസുൽ ആദം തങ്ങളുടെ 13ാമത്തെ വല്യുപ്പയായി മഹാനായ സയ്യിദ് അബൂ അബ്ദുല്ലാഹിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് കണക്ഷൻ ലഭിക്കുന്നല്ലോ. ഒരു ഭാഗത്ത് പിതാവിലൂടെ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്ക് 11ാമത്തെ വല്യുപ്പയാണ്, ഇപ്പുറത്തോ ഉമ്മയുടെ വല്യുപ്പമാരുടെ വഴിയിൽ 13ാമത്തവരാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഈ രണ്ട് അതേ മുത്തുനബി ഏറ്റവും ഇഷ്ടം വെച്ച രണ്ട് പേരക്കുട്ടികളിലേക്ക് കണക്ഷൻ ലഭിച്ചവരാണ് മഹാനായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ. അതിന്റെ ക്വാളിറ്റി, അതിന്റെ ഒരു ഗുണം മഹാനവറുകളിൽ എപ്പോഴും കാണാം. അല്ലാഹു ചില ആളുകളെ പ്രത്യേകം അങ്ങ് സെലക്ട് ചെയ്യും. ആ സെലക്ഷൻ കിട്ടിയവരാണ് മഹാനായ ഗൗസുൽ ആദം തങ്ങൾ. കാരണം മാതാവും പിതാവും എത്രമേൽ നല്ല സൂക്ഷ്മതയോടെ ജീവിച്ചവരാണ്. ഉമ്മ ഒരു ഹറാമിലേക്ക് കണ്ണുപോകാത്ത ഉമ്മയാണ്. വാപ്പയോ ഒരു അനാവശ്യത്തിലേക്കും ചേരാത്ത വാപ്പയാണ്. അറിയാതെ ഒരു പഴം കഴിച്ചു വിശന്നതുകൊണ്ട് അതിന്റെ അതേ സ്രോതസ് തേടിയിട്ട് പോയതിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. അതിന്റെ ഉടമയിൽ നിന്ന് പൊരുത്തപ്പെട്ട് കിട്ടാൻ വേണ്ടി വർഷങ്ങളോളം അതേ അതിന്റെ മുതലാളിയുടെ കീഴിൽ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സന്നദ്ധമായല്ലോ. ഇടയ്ക്കൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, പുതിയ കാലത്തെ രക്ഷിതാക്കളോട് തങ്ങളെ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യമാണ്, പകർത്തേണ്ട കാര്യമാണ്. മക്കള് നന്നാകണോ? അതിന് ഏറ്റവും അനിവാര്യമായി വേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായി ഹലാലാകണം കേട്ടോ.
നമ്മുടെ സമ്പാദ്യം ഹറാമ് ചേരുന്ന സമ്പാദ്യമായ പറ്റൂല. നമ്മുടെ കയ്യിലേക്ക് വരുന്ന സമ്പാദ്യമുണ്ടല്ലോ, അത് പൂർണ്ണമായ ഹലാലാണെന്ന ബോധ്യം നമുക്ക് വേണം. സുബ്ഹാനല്ലാഹ്, പുതിയ കാലത്ത് അതിനെ കുറിച്ചുള്ള ആലോചനയില്ല. പണം കിട്ടിയാ മതി, അത് ഹലാലാണോ ഹറാമാണോ എന്ന് നോട്ടില്ല. 1,00,000 തന്നോളൂ, ഞാൻ മാസത്തിൽ 5,000 തരാന്ന് പറഞ്ഞാൽ കൊടുക്കാൻ നമ്മളൊക്കെയാണ്. മുഅ്മിനീങ്ങളെ, അങ്ങനെ കിട്ടുന്ന സമ്പാദ്യം അത് ഹലാലല്ല, പലിശയുടെ മുതലാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് അതേ ലാഭവും നഷ്ടമുണ്ടാകുന്നതുമാണ്. 1,00,000 കൊടുത്തിട്ട് 5,000 തരുന്ന സംഗതിയല്ല. നിങ്ങൾ 5,00,000 തന്നോളൂ, എന്റെ പ്രോഫിറ്റിന്റെ 5% നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അതിന് കുഴപ്പമില്ല. അതിന് പകലും പലരും പല ബിസിനസ്സും നടത്തുന്നത് പ്രതീക്ഷ നൽകിയിട്ട് ഇതാ ഇത്ര തരാമെന്ന് ഫിക്സഡ് അതേ റേറ്റ് പറഞ്ഞുകൊണ്ടാണ്. അത് ഹലാലല്ല, അത് പലിശയിലേക്ക് ചേരുന്ന ബിസിനസ്സാണ്. നിങ്ങൾ മാസത്തിൽ 5,000 വാങ്ങിയാൽ, അതുകൊണ്ട് നിങ്ങൾ അരി വാങ്ങിയാൽ, അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം വാങ്ങിയാൽ, നിങ്ങളെ ശരീരത്തിലേക്ക് ചെല്ലുന്ന ഭക്ഷണം അത് ഹറാമ് ചേർന്ന ഭക്ഷണമാണ് കേട്ടോ. മാതാപിതാക്കൾ തന്നെ കടിക്കുന്ന ഭക്ഷണം ഹലാലായില്ലെങ്കിൽ പിന്നെ മക്കള് നന്നാകാത്തതിനെ കുറിച്ച് പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകൂല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും പൂർണ്ണമായ ഹലാലാണെന്ന ബോധ്യം വേണം. നമ്മുടെ ബോധ്യം ഉണ്ടായാൽ മതി. ഇന്ന് ശുഭത്ത് നിറഞ്ഞ കാലമാണ്. അതേ, വല്ലാതെ ആലോചിച്ചു പോയാൽ ഇത് 100% ഹലാലാണോ എന്ന് നമുക്ക് മനസ്സിലാകൂല. ആഖിറം നിലക്ക് ഹലാലാണെന്ന ബോധ്യം നമുക്ക് വേണം. അതെങ്കിലും ഇല്ലെങ്കിൽ അത് വലിയ അപകടമാണ്. നമ്മൾ ആലോചിക്കേണ്ടതാണ്. അല്ലാഹു ദുആക്ക് ഇജാബത്ത് കൊടുക്കുന്നത് ആർക്കാണ്? ഹറാമിന്റെ മുതൽ ശരീരത്തിൽ ചേർന്നവരുടെ ദുആഇന് ഇജാബത്തില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. തങ്ങൾ അവർക്ക് വലിയ ദറജ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ആ മാതാപിതാക്കളുടെ സൂക്ഷ്മതയുള്ള ജീവിതമാണ്. ഒരു ചെറിയ വസ്തു പോലും ഹറാമിൻ്റെതായി എന്റെ ശരീരത്തിലേക്ക് കയറരുതെന്ന ചിന്തയാണ്. ഈ ചിന്തയുള്ളവരാണ് മഹാന്മാർ, അവരാണ് ഔലിയാക്കൾ. എന്നാൽ പുതിയ കാലത്തിൽ ഔലിയാക്കളെ വേഷം നടിച്ച് നടക്കുന്ന ആളുകളില്ലേ, അവര് പോലും ആത്മീയമായ അതേ കോപ്രായങ്ങൾ കാണിച്ചിട്ട് പണം പിടുങ്ങാനുള്ള ഏർപ്പാടല്ലേ പല കള്ളത്തെരീക്കത്തിന്റെ ആളുകളുടെയും ഏർപ്പാടെന്ന് പറയുന്നത്. ഒരുപക്ഷേ ചില അത്ഭുതങ്ങൾ കാണിച്ചെന്ന് വരും. അത്ഭുതം കാണിക്കാൻ വിലായത്ത് വേണോ? നേരത്തെ സൂചിപ്പിച്ചില്ലേ, അതേ പിശാചിനും അത്ഭുതം കാണിക്കാൻ കഴിയൂലേ? അങ്ങനെ കാണിക്കുന്നില്ലേ? ആ നിലക്കുള്ള അത്ഭുതങ്ങളല്ലല്ലോ അതേ ആത്മീയതയുടെ മാനദണ്ഡം. അതേ ശരീഅത്ത് അനുസരിച്ച് കൃത്യമായി ജീവിക്കുന്നുണ്ടോ? അതനുസരിച്ചാണോ ജീവിതമുള്ളത്? അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്തിട്ട് അതിന്റെ ലദ്ദത്ത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഇതല്ലേ അതിന്റെ മാനദണ്ഡമായിട്ടുള്ളത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആത്മീയമായ വടികളെ പോലും അന്യായമായി മനുഷ്യരെ ചില അത്ഭുതം കാണിച്ചിട്ട് വഞ്ചിച്ചുകൊണ്ട് പണം കൈപ്പറ്റാനുള്ള ഏർപ്പാടായി കാണുന്ന കാലമല്ലയോ? ദീനിനെ വിറ്റ് കാശുണ്ടാക്കുന്ന കാലമാണ്. അതേ, ദീനിനെ വിറ്റ് കാശുണ്ടാക്കുന്ന കാലമാണ്. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഓ മുഅ്മിനീങ്ങളെ, അത്തരം ചതികളിലൊന്നും നമ്മൾ പെട്ടുപോകണ്ട. നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സാദാത്യങ്ങൾ, അവർ ചിലപ്പോൾ കറാമത്ത് അവർ കാണിക്കുന്നുണ്ടാകൂല ലാഹിറം നിലക്ക്, പക്ഷേ അവർക്ക് വലിയ കറാമത്തുണ്ട്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിച്ച് ജീവിച്ചവരാണ് ആര്? ഔസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള്. അതേ, മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എത്ര വലിയ നേതാവാണ്, എത്ര വലിയ വിലായത്തിന്റെ മർത്തബയിലുള്ളവരാണ്. അതേ, ശാഫിഈയ ഫസിറത്തൽ ഹംബലിയ ബില ഹജ്റിൻ ലിതഹ്താത ബിൽ ഖൈറൈൻ മുഅ്തദില ഫലം തസൽ റാഖിബൻ
على مقام علا أبيت أرفع سيف محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني. ഒരു ഘട്ടത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പിന്തുടർന്ന് ജീവിച്ചു. അതേ ഔലിയാക്കളിൽ പ്രധാനിയല്ലേ, യാ ഗൗസുൽ ആദം എന്ന് അല്ലാഹ് വിളിച്ചോവരല്ലേ, അല്ലാഹ് കൊടുത്ത പേരാണ്, സ്ഥാനപ്പേരാണ് യാ ഗൗസുൽ ആദം എന്ന പേര്. അത്രയും സ്ഥാനമുള്ളവരല്ലേ. അതേ ഔലിയാക്കളെ മുഴുവനും അല്ലാഹു അവിടത്തേക്ക് വിധേയപ്പെടുത്തി കൊടുത്തിട്ടില്ലേ. ആ മഹാനവറുകൾ ആരെയാ അവലംബമാക്കുന്നത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ അവലംബമാക്കുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുവിശേഷം പറഞ്ഞവരാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഈ ലോകം മുഴുവനും ഇൽമു കൊണ്ട് നടക്കുന്ന ഒരു പണ്ഡിതൻ, അതേ എന്റെ ഇത്രത്തിൽ വരും, അതേ അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ് ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകളുടെ പ്രത്യേകത ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ ലോകം മുഴുവനും ഇൽമ കൊണ്ട് നടക്കുന്ന വല്ലാത്ത അഗ്രേസരായ ഇൽമിന്റെ വിഷയത്തിൽ വലിയ മഹത്വമുള്ളവരാണെന്നാണ്. മഹാനവറുകളെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. എന്നാൽ അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ കറാമത്ത്. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ കറാമത്ത്. അതേ മുഅ്മിനീങ്ങളെ, ആ ഇൽമു കൊണ്ട് ഇത്രയും വലിയ അത്ഭുതം കാണിക്കാൻ മഹാനവറുകൾക്ക് കഴിഞ്ഞു. ഒരുപക്ഷേ അവിടുത്തെ ചരിത്രം നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കിയ അത്ഭുതകരമായ സംഭവങ്ങൾ കുറെ നമ്മൾ കണ്ടെന്ന് വരില്ല. അവിടുത്തെ ജീവിതത്തിലുമുണ്ട് അത്തരം കാര്യങ്ങൾ. അതേ തസവുഫിന്റെ ലോകത്ത് ചർച്ച കാണാമല്ലോ. കറാമത്ത്, അതേ ഔലിയാക്കളിൽ ഏറ്റവും പ്രഗൽഭരാരാണ്? ഇങ്ങനെയുള്ള ഹർഖുൽ ആദാത്ത്, സാധാരണ നടക്കുന്നതിന് വിരുദ്ധമായ ചില സംഗതികൾ നടത്തുന്നു. അതാണോ അതേ വിലായത്തിന്റെ ഉയർന്ന മർത്തബ? അതല്ല, മനുഷ്യർക്കിടയിൽ കിബറില്ലാതെ റിയ ഇല്ലാതെ അത്തരം അതേ കൽബിന്റെ അനാവശ്യ രോഗങ്ങളില്ലാതെ വലിയ സ്ഥാനം കിട്ടിയിട്ടും വലിയ ഔന്നിത്യത്തിൽ അവരെത്തിയിട്ടും അവിടെ അതേ അത്ഭുതങ്ങളൊന്നും കാണിക്കാതെ, പിശാചിന്റെ ഒരു സ്വാധീനവും ബാധിക്കാതെ ജനങ്ങൾക്കിടയിൽ തന്നെ ജീവിച്ചു പോകുന്നവരാണോ വിലായത്തിൽ വലിയ മർത്തബയുള്ളവർ? ഒരു മാലിമീങ്ങൾ പറഞ്ഞു, ഈ പറഞ്ഞവരാണ്. ഞാൻ ആ വിഷയം ദീർഘമായി സംസാരിക്കുന്നില്ല. മുഅ്മിനീങ്ങളെ, നമ്മൾ ഓർമ്മിക്കേണ്ടത് അല്ലാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ്. വിലായത്തിന്റെ മർത്തബയിലെത്തുന്നവർ. അതേ നന്നാകണമെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ചേരുന്ന ഭക്ഷണം ഹലാലാകണം, ഹറാമിലേക്ക് ചേർന്നുകൂടാ. തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹത്വത്തിന്റെ കാരണം എന്താണ്? ആ മാതാപിതാക്കളുടെ വിശുദ്ധിയാണ്. ഒരു ഭാഗത്തു നസബ കൊണ്ട് അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്, മറുഭാഗത്തോ സൂക്ഷ്മതയോടെയുള്ള ജീവിതമാണ്. ആ ജീവിതം നയിച്ച് അവരിൽ ജനിച്ച മകനാണ് അബ്ദുൽ ഖാദർ എന്ന മകൻ. ആ മകൻ ജനിച്ചു വീഴുന്നത് റമളാൻ 1-നാണ്. ആ റമളാൻ 1 ഹിജ്റ അതേ 470 റമളാൻ 1 ജനിച്ചു വീഴുകയാണ്. റമളാനിൽ പകലിൽ മഹാനവറുകൾ മുല കുടിക്കുന്നില്ല. ഏത് കുട്ടിയാണിത്? ജനിച്ചു വീണ കുട്ടിയാണിത്. ജനിച്ചു വീഴും തന്നെ അത്ഭുതമാണ്. റമളാനിൽ മുല കുടിക്കുന്നില്ല. അതല്ലേ മുതലായ റമളാനിൽ 30 നാളോമേ മുല കുടിക്കും കാലം മുലനെ തോടാത്തോവർ. ജനിച്ചു വീണ റമളാൻ മുതൽ പകൽ സമയത്ത് മുല കുടിക്കുന്നില്ല. അവിടുത്തെ അത്ഭുതമാണ്. ഈ റമളാൻ അതേ പകൽ സമയത്ത് ഭക്ഷണം വെടിയേണ്ട സമയമാണ്. ചെറിയ മുല കുടിക്കുന്ന പ്രായത്തിൽ അങ്ങനെയാണല്ലോ. പിറ്റേ വർഷം റമളാനിന്റെ മാസപ്പിറവി കണ്ടോ കണ്ടില്ലേ എന്ന ആളുകൾ അറിയാൻ വേണ്ടി, വിലയിരുത്താൻ വേണ്ടി അതേ തെളിവായി അന്വേഷിച്ച കാര്യം എന്താണെന്നറിയോ? അബ്ദുൽ ഖാദർ എന്ന മകൻ മുല കുടിച്ചിട്ടുണ്ടോന്നാണ്. അബ്ദുൽ ഖാദർ എന്ന മകൻ മുല കുടിക്കും
കുടിക്കുന്നുണ്ടോന്നാണ്. മുല കുടിക്കുന്നില്ലേ റമളാനായി എന്നാണ്. ആ വിധത്തിൽ ചെറിയ അതേ ജനിച്ചു വീഴുമ്പം തന്നെ അത്ഭുതത്തോടെ ജനിക്കുകയാണ് മഹാനവറുകൾ. ആ മഹാനവറുകൾ 18 വർഷക്കാലം തന്നെ നാട്ടിൽ ജീവിച്ചു. ഉപ്പാദാ ചെറിയ പ്രായത്തിലെ വഫാത്തായി പോയി. മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ രൂപപ്പെടുത്തിയതാരാണ്? എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരുണ്ടല്ലോ ഈ മജ്ലിസില്, ആ ഉമ്മമാരോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഉമ്മമാരെ നിങ്ങൾക്ക് വലിയ ഭാഗ്യവതികളാകാം. ലോകത്ത് ആദരണീയമായി കാണുന്നൊരു ഉമ്മയുണ്ട്. അതാരാണ്? അത് മഹാനായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഉമ്മയാണ്. അബ്ദുൽ ഖാദർ എന്ന പ്രതിഭാശാലിയായ എന്ന സ്ഥാനത്തിന് അർഹതയുള്ള, മുഹയ്യിദ്ദീൻ എന്ന സ്ഥാനത്തിന് അർഹതയുള്ള അതേ വലിയ വിലായത്തിന്റെ ഔന്നിത്യത്തിലുള്ള ഒരു ലോക പ്രശസ്തമായ പ്രതിഭയെ ഈ ലോകത്തിന് സംഭാവന ചെയ്തതാരാണ്? അത് മഹാനായ തങ്ങളുടെ ഉമ്മയാണ്. ചെറിയ പ്രായം മുതലേ ആ മകനെ വളർത്തിയതാരാണ്? അതേ ഫാത്തിമ ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹയാണ്. ആ മഹദിയാണ് വളർത്തിയത്. ആ ഉമ്മയുടെ മടിത്തട്ടിലാണ് അതേ ഔസുൽ രൂപപ്പെട്ടത്. അതേ പിതാവ് വഫാത്തായി പോയതാണ്. ആ വഫാത്തായതിനു ശേഷം ചെറിയ പ്രായത്തിലെ പോറ്റി വളർത്തുന്നത് ഉമ്മയാണ്, പാകപ്പെടുത്തുന്നത് ഉമ്മയാണ്, ശിക്ഷണം കൊടുക്കുന്നത് ഉമ്മയാണ്. അതുകൊണ്ടാണ് ബഗ്ദാദിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി പോകുമ്പോ 40 ദിനാർ കയ്യിൽ കൊടുക്കുമ്പോ ആ കൊടുക്കുന്ന സമയത്ത് ഉമ്മന്റെ വസിയത്ത് എന്താണ്? ആരോടും കളവ് പറയരുതെന്നാണ്. കളവ് പറയല്ല എന്നും ചെന്നാരെ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. നമുക്കറിയാവുന്ന സംഗതിയാണ്, സംഭവങ്ങളാണ്. വലിയ കൊള്ളക്കാരൻ അതാ ഹിദായത്തിന്റെ വടിയിൽ വന്നത്. അതേ 18 വയസ്സ് തികഞ്ഞ ഈ ചെറുപ്പക്കാരന്റെ ടീനേജ് പ്രായത്തിലുള്ള അവരുടെ സത്യസന്ധത കൊണ്ടാണ് ഉമ്മ കളവ് പറയണ്ടെന്ന് ശിക്ഷണം കൊടുത്തതാണ്. അതങ്ങനുസരിക്കുകയാണ്. 40 സ്വർണ്ണ നാണയം അങ്ങ് എടുത്തു കൊടുക്കുകയാണ്. വർഷങ്ങളോളമായി കൊള്ള നടത്തുന്ന ഞാൻ എത്ര മോശക്കാരനാണ്. ആ സമയത്ത് അബ്ദുൽ ഖാദർ എന്ന മോനോട് ചോദിച്ചു, എന്തേ ഞങ്ങളെ കയ്യിൽ തന്നത്? എന്റെ ഉമ്മയുടെ വാക്കിനെ ഞാൻ ലംഘിക്കാൻ പാടില്ലല്ലോ, ആ വാക്കിനെ ഞാൻ വഞ്ചിക്കാൻ പാടില്ലല്ലോ, ആ വഴത ഞാൻ പാലിക്കേണ്ടവനല്ലേ, അതുകൊണ്ടാണ് തന്നത്. അപ്പോഴാണ് അവർ ആലോചിച്ചത്, സൃഷ്ടിച്ച നാഥന്റെ വാക്കിനോട് നമ്മൾ വഴത കാണിച്ചില്ലല്ലോ, അത് നമ്മൾ ലംഘിച്ചു കളഞ്ഞല്ലോ എന്ന് ആലോചിച്ച് തൗബ ചെയ്ത് മടങ്ങിയത്. ഓ മുഅ്മിനീങ്ങളെ, ആ നിലക്ക് അതാ ഉമ്മയാണ് പാകപ്പെടുത്തുന്നത്, ഉമ്മയാണ് വളർത്തുന്നത്. ആ ഫാത്തിമ എന്ന ഉമ്മയെ അതേ 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തും നമ്മൾ അതേ 10 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തും നമ്മൾ സ്മരിക്കുന്നില്ലേ, നമ്മൾ ഓർമ്മിക്കുന്നില്ലേ? തങ്ങളെ ഓർമ്മിക്കുമ്പോൾ അവരുടെ ഖബറിൽ സന്തോഷമുണ്ടാകൂലേ? ഈ സദസ്സ് കൊണ്ടും അവരുടെ ഖബറിലേക്ക് ദറജയുണ്ടാവില്ലേ? വലിയാത്ത ഫറഹുണ്ടാവില്ലേ? ഈ നിലക്ക് വലിയ സമ്പാദ്യം ആ ഉമ്മാക്ക് കിട്ടിയത് എന്തുകൊണ്ടാണ്? ആ മകനെ ഇൽമിന്റെ വഴിയിലേക്ക് പറഞ്ഞയച്ചത് കൊണ്ടാണ്. ആ മകനെ ഇൽമിന്റെ വഴിയിലേക്ക് പറഞ്ഞയച്ചത് കൊണ്ടാണ്. ആ ഉമ്മ കൃത്യമായി ശിക്ഷണം കൊടുത്തത് കൊണ്ടാണ്. ഓരോ ഘട്ടങ്ങളിലും കൊടുക്കേണ്ട ഉപദേശം കൊടുത്തു. 18 വയസ്സിനു ശേഷം അതാ വിദൂര നാടുകളിലേക്ക് അതേ പഠിക്കാൻ വേണ്ടി പോകുമ്പോ അതേ ഭർത്താവില്ലല്ലോ, ജീവിതത്തിന്റെ ആവശ്യത്തിന് അതാ വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായാൽ സന്തോഷമല്ലേ? പക്ഷേ ആ ഉമ്മ തീരുമാനിച്ചത് എന്താണ്? അതേ വഫാത്തായ ഭർത്താവിന് കൂടെ ഉപകാരപ്പെടുന്ന ഒരു മകൻ വേണം. ആ മകൻ ഉപകാരപ്പെടണമെങ്കിൽ കോടികൾ ഉണ്ടാകലല്ല, ദുനിയാവിൽ വലിയ സമ്പാദ്യം ഉണ്ടാകലല്ല, പിന്നെ എന്താണ് വേണ്ടത്? ഉണ്ടായാൽ അതുകൊണ്ട് ഗുണമുണ്ടാകും. അത് തിരിച്ചറിഞ്ഞ ഉമ്മ പണത്തിനു വേണ്ടി ഇവിടെ നിർത്താതെ, സൗകര്യത്തിന് വേണ്ടി ഇവിടെ നിർത്താതെ, ഒരു മകനുണ്ടായാൽ അതേ ഭർത്താവില്ലാത്ത ഉമ്മാക്ക് എന്തൊരത്താണിയാണ്. പക്ഷേ ഞാൻ കുറച്ച് പ്രയാസപ്പെട്ടാലും, ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയാലും ഈ മകൻ വളർന്നു വലുതാകട്ടെ, അവൻ ഉയർന്ന തലത്തിലെത്തട്ടെ എന്ന് വിചാരിച്ചു മകനെ
പറഞ്ഞേക്കുന്ന ഉമ്മയല്ലയോ ആ പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹാ? ഉമ്മമാരെ, നിങ്ങളെ മക്കളിൽ ഒരു മകനെയെങ്കിലും ഇൽമിന്റെ അഹ്ലുകാരാക്കണം. അതെ, ഇവിടെ സയ്യിദവകളുടെ നേതൃത്വത്തിൽ ഇവിടെ വലിയ ഇൽമിന്റെ സ്ഥാപനം നടക്കുകയാണ്. ഈ സ്ഥാപനങ്ങളിലേക്ക് മക്കളെ പറഞ്ഞേക്കണം. ഇൽമിന്റെ അഹ്ലുകാരാക്കി മാറ്റിയാൽ അതുകൊണ്ട് ആഖിറത്തിൽ വലിയ ദറജ ഉണ്ടാകും, ദുനിയാവിലും വലിയ സ്ഥാനമുണ്ടാകും. നമ്മുടെയൊക്കെ മനസ്സിലടക്കം ആ ഉമ്മ പ്രതിഷ്ഠ നേടിയത് എന്തുകൊണ്ടാണ്? ആ ഉമ്മയുടെ പേര് നമ്മൾ കേട്ടില്ലേ? ആ ഉമ്മയുടെ മഹത്വം നമ്മൾ കേട്ടില്ലേ? ഇത് ദുനിയാവിൽ വെച്ചല്ലേ? ആ നിലക്ക് കേൾക്കാനുള്ള കാരണം ഒരു മകനെ ശിക്ഷണം കൊടുത്ത് വലിയൊരു പ്രതിഭയായി, വലിയ ഇൽമിന്റെ ബഹറായി, ആത്മീയ ലോകത്ത് ഔന്നിത്യമുള്ള വ്യക്തിയായി ആ പൊന്നുമോനെ അങ്ങ് മാറ്റാൻ തീരുമാനിച്ചപ്പോൾ വലിയ സമ്പാദ്യം ആ ഉമ്മയും സമ്പാദിച്ചു പോയി. ഇതല്ലേ നമ്മൾ കാണുന്നത്? ബഗ്ദാദിലേക്ക് പറഞ്ഞേച്ചപ്പോൾ ഉമ്മ അവസാനിപ്പിച്ചോ? ഇല്ല, ചരിത്രത്തിൽ കാണാമല്ലോ. ഉമ്മ ഒരുപാട് കത്തെഴുതിയിട്ടുണ്ട്. ആർക്ക്? മകന്. ഉപദേശം കൊടുത്തുകൊണ്ടുള്ള കത്താണ്. ആ ഉപദേശം കൊടുത്തുകൊണ്ടുള്ള കത്ത് അത് വായിച്ചിട്ട് അത് നടപ്പിലാക്കുകയാണ് മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ നിങ്ങളെ ബഗ്ദാദിലേക്ക് പഠിക്കാനെത്തി. ആ പഠിക്കാനെത്തിയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളും മനസ്സിലാക്കണം, രക്ഷിതാക്കളും മനസ്സിലാക്കണം, മഹാനവറുകളുടെ ജീവിതം എത്ര ത്യാഗമുള്ള ജീവിതമാണ്. ഇൽമിനു വേണ്ടി എത്ര ത്യാഗമാണ് സഹിച്ചത്, എത്ര ബുദ്ധിമുട്ടാണ് സഹിച്ചത്. ചരിത്രത്തിൽ കാണാം. ബഗ്ദാദിൽ എന്റെ പഠനത്തിന്റെ ആരംഭകാലത്തുള്ള എന്റെ അവസ്ഥ എന്താണ്? കഴിക്കാൻ ഭക്ഷണമില്ല, ഹലാലായ ഭക്ഷണം അന്വേഷിച്ചു നടക്കുകയാണ്. എത്ര ദിവസമാണ് ഭക്ഷണം കിട്ടാതിരുന്നത്? 20 ദിവസം തുടർച്ചയായി ഭക്ഷണം കിട്ടിയിട്ടില്ല. 20 ദിവസം തുടർച്ചയായി ഭക്ഷണം കിട്ടിയിട്ടില്ല. പൂർണ്ണമായ ഹലാലായ ഭക്ഷണം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു. ആഗ്രഹിച്ച് മഹാനവറുകൾ ഇങ്ങനെ നടന്നു. അതേ ബഗ്ദാദിന്റെ പട്ടണത്തിൽ അതിന് വലിയ വല്ല വഴിയുമുണ്ടോ എന്ന് അന്വേഷിച്ചു നടന്നു. അങ്ങനെ അവിടെ നിന്ന് കിട്ടാതിരുന്നപ്പോൾ അവിടുന്ന് അതേ സമുദ്രത്തിന്റെ തീരത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ ആ പ്രദേശത്തേക്ക് നടക്കുമ്പോൾ അവിടെ എത്തിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? അവിടെ എത്തിയപ്പോൾ അതാ 70 പ്രഗത്ഭരായ ആളുകളെയാണ് കാണുന്നത്. ഔലിയാക്കളിൽപ്പെട്ടവരാണ്. അങ്ങനെയുള്ള 70 ആളുകളാണ് വന്ന് അവിടെ കാണുന്നത്. അവരെല്ലാം തേടുന്നത് ഞാൻ തേടുന്ന കാര്യം തന്നെയാണ്. അവർക്കും ഹലാലായ ഭക്ഷണം കിട്ടാതെ പട്ടിണിയായിട്ട് വന്നതാണ്. അങ്ങനെ തേടി തേടി ഇവിടെ എത്തിയതാണ്. യൂഫ്രട്ടീസ് നദീതീരത്തിന് അങ്ങനെ ചരിത്രമുണ്ട്. ഞാനത് വിശദമായി പോകുന്നില്ല. ഇന്നും ആ നദിക്കരക്ക് അതേ പ്രസക്തിയുണ്ട്. പട്ടിണി കിടക്കുന്നതിന്റെ അനുഭവങ്ങളുണ്ട്. ഭക്ഷണം കിട്ടാനുള്ള വഴിയിടാൻ അതേ അനുഭവങ്ങളുമുണ്ട്. ആ നിലക്ക് മഹാനവറുകൾ അവിടെ എത്തിയപ്പോൾ ഇവരൊക്കെ ഭക്ഷണം കിട്ടാതെയാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അപ്പൊ മഹാനവറുകളെ ആലോചന എന്താണ്? മഹാനവറുകൾ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഞാനത് സ്വന്തം പറയാണ്. എന്താണ് പറയുന്നത്? ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, എന്നെ കൊണ്ടുകൂടെ ഇവർക്കൊരു ഭാരം വേണ്ട. ഞാനും കൂടെ പട്ടിണിയായി ഇവരെ കൂടെ നിന്നിട്ട് എന്നെ കൊണ്ടൊരു ഭാരം വേണ്ട എന്നുള്ള ചിന്തയാണ്. ബഗ്ദാദിലേക്ക് തന്നെ തിരിച്ചു പോകുകയാണ്. ആ ബഗ്ദാദ് പട്ടണത്തിലേക്ക് തന്നെ തിരിച്ചു പോകുകയാണ്. വഴിയില്ലതാ ഒരാളെ ഞാൻ കണ്ടുമുട്ടുകയാണ്. ഞാൻ അയാളെ അറിയുകയാണ്. എന്റെ നാട്ടുകാരനാണ് അയാൾ, എനിക്ക് പരിചയമുള്ളയാളാണ് അയാൾ. അയാളെയാണ് കണ്ടുമുട്ടുന്നത്. അയാൾ എനിക്ക് തന്നു വലിയൊരു ഭക്ഷണത്തിന്റെ ഭാണ്ഡം തന്നു. വലിയൊരു ഭക്ഷണത്തിന്റെ ഭാണ്ഡം തന്നു. എന്നിട്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഈ ഭക്ഷണമുണ്ടല്ലോ,
ഇതോ ഇതേ നിങ്ങളെ ഉമ്മ എന്റെ കയ്യിൽ കൊടുത്തയച്ചതാണ്. എന്തിനാണ് കൊടുത്തയച്ചത്? നിങ്ങൾക്ക് തരാനാണ്. നിങ്ങൾ നോക്കുക, ഉമ്മയുടെ ഒരു ജാഗ്രത. എന്റെ മകൻ പട്ടിണി കിടക്കുന്നുണ്ടാകാം, ബുദ്ധിമുട്ടുന്നുണ്ടാകാം. ആ ഉമ്മ സ്വന്തം അധ്വാനിച്ച് സമ്പാദ്യം ഉണ്ടാക്കി ഹലാലായ മുതലിൽ നിന്ന് ഭക്ഷണം വാങ്ങിയിട്ട്, ധാന്യങ്ങൾ വാങ്ങിയിട്ട് കൊടുത്തേക്കുന്ന കാഴ്ചയാണ്. അതാണ് ഈ മനുഷ്യൻ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഈ മനുഷ്യൻ പറഞ്ഞു, അതേ ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട്, വിശന്നിട്ട് വയ്യാഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഭക്ഷിച്ചിട്ടുണ്ട്, ഇതാ ബാക്കിയുള്ളത് നിങ്ങൾക്ക് വേണ്ടി തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 20 ദിവസം ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന മഹാനായ തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ മഹാനവർകൾ എന്താ ചെയ്യുന്നത്? ഉടനെ തുറന്നിട്ട് വേഗം കഴിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. 70 ആളുകൾ പട്ടിണിയായിട്ട് വന്ന സ്ഥലമില്ലേ? ആ സ്ഥലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാനവറുകൾ വളരെ വേഗം അങ്ങ് ചെല്ലുന്നു. ഇതിനെ മുഴുവനും അതേ ഓഹരി ചെയ്തിട്ട് അവർക്കങ്ങ് കൊടുക്കുന്നു. ആ 70 ആളുകളിലേക്ക് വിഹിതിച്ചു കൊടുക്കുകയാണ്. ഞാൻ എന്റെ പ്രഭാഷണം ചുരുക്കുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, 70 ആളുകളിലേക്ക് വിഹിതിച്ചു കൊടുക്കുകയാണ്. അതിൽ നിന്ന് ഒരു ഭാഗം അതേ അവർക്കെല്ലാം കൊടുത്തിട്ട് ബാക്കിയുണ്ട്. ഇവിടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വിശന്ന് വലഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയാണ്, അവരെ കുറിച്ചുള്ള ആലോചനയാണ്. അവരുടെ പ്രയാസത്തിന് പരിഗണന കൊടുക്കുകയാണ്. ഞാൻ തൽക്കാലം കുറച്ചിങ്ങ് കഴിക്കട്ടെ, 20 ദിവസമായില്ലേ ഭക്ഷണം കഴിച്ചിട്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിച്ചിട്ട് പിന്നെ വിശപ്പ് മാറ്റിയിട്ട് അവർക്കും കൊടുക്കാമെന്നല്ലല്ലോ. അവരുടെ വിശപ്പ് മാറിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാമെന്ന ചിന്തയല്ലേ. മഹാന്മാരുടെ സ്വഭാവം എങ്ങനെയാണ്? അതേ തങ്ങളുടെ ജീവിതം നോക്കുമ്പോൾ പലയിടങ്ങളിലും അതാണ് നമ്മൾ കാണുന്നത്. സാധുക്കൾക്ക് വലിയ പരിഗണനയാണ്, വിശക്കുന്നവർക്ക് വലിയ പരിഗണനയാണ്, അതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വലിയ പരിഗണനയാണ്. ആത്മീയ വഴിയിലുള്ള എല്ലാവരുടെയും സ്വഭാവം അത് തന്നെയാണ്. നമ്മുടെ ആലിമീങ്ങൾ കണ്ടില്ലേ, സാദാത്യങ്ങൾ കണ്ടില്ലേ, അവര് പാവപ്പെട്ടവരുടെ പ്രയാസങ്ങൾ പരിഗണിക്കുകയല്ലേ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയല്ലേ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞു, മഹാനായ സയ്യിദ് അവർകൾ ഒരുപാട് അതേ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് റബീഉൽ അവ്വലിനോട് ചേർന്നുകൊണ്ട് ഒരുപാട് അംഗവൈകല്യമുള്ള ആളുകൾക്ക് അതേ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അവർക്ക് അതാ കൈകളും കാലും ഒക്കെ സംവിധാനിച്ചു കൊടുക്കുകയാണ്. വേറിട്ട പ്രവർത്തനം നടത്തുകയാണ്. ദുരിതം അനുഭവിക്കുന്നവർ, പ്രയാസം അനുഭവിക്കുന്നവർ, അവരെ പരിഗണിക്കുക എന്നത് ആത്മീയമായ വളർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നതാണ്. അത് മഹാന്മാര് കാണിച്ചു തന്ന വഴിയാണ്. തങ്ങളുടെ ജീവിതത്തിലുള്ള വഴിയാണ്. എപ്പോഴും നമുക്കത് കാണാൻ കഴിയും, എവിടെയും നമുക്കത് കാണാൻ കഴിയും. ആ വഴി നമ്മളും മുറുകെ പിടിക്കേണ്ടതാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ സാദാത്യങ്ങൾ അതിനു വേണ്ടി അധ്വാനിക്കുന്നു. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അത്തരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഞാൻ ഇപ്പോൾ അടുത്ത് നടന്നൊരു സംഭവം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നു. മറ്റു സാദാത്യങ്ങൾ ആലിമീങ്ങൾ നിർവഹിക്കുന്നു. നമ്മൾ അതേ സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. അത് നമ്മൾ എവിടെ നിന്ന് പഠിച്ചതാണ്? ആരിൽ നിന്ന് മാതൃകയാക്കിയതാണ്? അത് ഔലിയാക്കളിൽ നിന്ന് പഠിച്ചതാണ്, ആലിമീങ്ങളിൽ നിന്ന് പഠിച്ചതാണ്. കണ്ടോ, സുല്ലാഹമതങ്ങൾ അതേ കിട്ടിയ ഭക്ഷണവുമായി തന്റെ വിശപ്പടക്കുന്നതിന് പകരം അവരുടെ വിശപ്പടക്കാൻ വേണ്ടി ആലോചിക്കുകയാണ്. അവർക്ക് മുഴുവനും വിഹിതിച്ചു. ബാക്കി വന്നു വീണ്ടും അതിൽ അങ്ങനെ ബാക്കി വന്നപ്പോൾ വേഗം ബഗ്ദാദ് പട്ടണത്തിലേക്ക് ചെന്നു. പട്ടണത്തിലേക്ക് ചെന്നപ്പോ അതെ, ഞാൻ ചെന്ന സമയത്ത് അവിടെ എന്താണ് കാണുന്നത്? പട്ടിണി പാവങ്ങളായ തെരുവിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാരെ മുഴുവനും ഞാൻ വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ധാന്യങ്ങളൊക്കെ ഒന്ന് അത് വിറ്റിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എല്ലാവരോടും
എല്ലാവരോടും അതാ ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാൻ പറയുകയാണ്. അങ്ങനെ ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്നു. അനാദൈതുൽ ഫുഖറാക്കളെ മുഴുവനും ഞാൻ വിളിച്ചു. ഈ ബാക്കിയുള്ളതിന് ഞാൻ അങ്ങ് കഴിക്കട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം മഹാനവറുകൾ അതാ ഫുഖറാക്കളെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. ഉള്ള ഭക്ഷണം അവരോടൊപ്പം ഞാനും കഴിക്കുകയാണ്, അവരോടൊപ്പം ഇരുന്ന് കഴിക്കുകയാണ്. ഇത് ഓസുല്ല നമ്മുടെ ഒരു സ്വഭാവമാണ്. എന്ത് ഹദിയ കിട്ടിയാലും വേഗം പോകും ബഗ്ദാദ് പട്ടണത്തിൽ. എന്നിട്ട് ദിനാറാണോ കിട്ടിയത്, ദിർഹമാണോ കിട്ടിയത്, പാവപ്പെട്ടവരെ വിളിച്ചിട്ട് കൊടുക്കും. അവരോട് റൊട്ടി വാങ്ങി വരാൻ പറയും. അവരോടൊപ്പം ചേർന്നുകൊണ്ട് മഹാനവറുകളും കഴിക്കും. അത് പാവപ്പെട്ടവരോടുള്ള പരിഗണനയാണ്. അതേ ഫുഖറാക്കളോട്, മിസ്കീന്മാരോട് നമുക്ക് നല്ല പരിഗണന വേണം. അവരെ അവഗണിക്കാൻ പാടില്ല. ഇത് മഹാന്മാരുടെ സ്വഭാവമാണ്. മഹാനായ ഓസുല്ലാദ് തങ്ങൾ തന്നെ പറയാണ്, ഞാൻ അവരോടൊപ്പം കഴിച്ചു. അതോടുകൂടെ എനിക്ക് കുറച്ച് ദിവസങ്ങളായി കഴിക്കാനുള്ള ഭക്ഷണമായിരുന്നു അമ്മ കൊടുത്തയച്ചത്. പക്ഷേ ആ രാത്രിയോടുകൂടെ മുഴുവനും ഭക്ഷണം അങ്ങ് തീർന്നു. നാളേക്ക് വേണ്ടി ബാക്കി വെച്ചില്ല. ഇതാണ് മഹാന്മാരുടെ സ്വഭാവം. അവർ നാളേക്ക് വേണ്ടി ദുനിയാവിനെ ബാക്കി വെക്കുന്നവരല്ല. നാളേക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ പാരത്രികമായ ലോകത്തിലെ സന്തോഷത്തിന് വേണ്ടി ഇന്ന് കിട്ടുന്നത് മുഴുവനും ചെലവഴിക്കലാണ്. നാളത്തേക്ക് വേണ്ടി സമ്പാദ്യം മാറ്റി വെക്കുന്ന ഏർപ്പാടില്ല. മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇന്നും ബഗ്ദാദിൽ പോയാൽ മഹാനവള ജീവിതത്തിൽ വല്ലാതെ താല്പര്യത്തോടെ കാണിച്ച ഭക്ഷണം പദാ സാധുക്കൾക്ക് കൊടുക്കുക എന്ന ഏർപ്പാട് ഇന്നും അവിടെ തുടരുന്നുണ്ടല്ലോ. ഏത് നാട്ടുകാര് പോയാലും ലഭിക്കുമല്ലോ. അത് മഹാന്മാരുടെ ജീവിതത്തിൽ അവർ ഇഷ്ടം വെച്ചത് ജീവിതത്തിന് ശേഷവും തുടരുകയാണ്. അവിടെ മാത്രാണോ? അല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മഹാനായ ഓസുല്ലാദ് തങ്ങൾ ആണ്ട് നടക്കുകയാണ്. ആ ആണ്ടിന്റെ ഭാഗമായി എന്താണ് സംഭവിക്കുന്നത്? ഭക്ഷണം വെച്ചു കൊടുക്കുക, ഭക്ഷണം വെച്ചു കൊടുക്കുക. ആ ഓസുല്ലാദ് തങ്ങളുടെ മനസ്സിന്റെ താല്പര്യം, ജീവിതത്തിലുള്ള സാധുക്കളോടുള്ള മഹബത്തും, അതേപോലെ തന്നെ ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന ആ ഒരു മനസ്സും വഫാത്തിനു ശേഷം നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇവിടെ എത്തി നിൽക്കുമ്പോഴും ഇപ്പോഴും റബീഉൽ ആഖിർ മാസത്തിൽ എത്ര കോടിക്കണക്കിന് മനുഷ്യന്മാർക്കാണ്, എത്ര മഹല്ലുകളിൽ നിന്നാണ്, എത്ര രാജ്യങ്ങളിൽ നിന്നാണ് ഭക്ഷണം ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കുന്നത്. അത് അവരുടെ ജീവിതത്തിൽ താല്പര്യപ്പെട്ടത് വഫാത്തിനു ശേഷവും അവരുടെ വഴിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് മനുഷ്യർക്ക് ഭക്ഷണം കിട്ടുന്നു. ആ നിലക്കാണ് മഹാന്മാരുടെ ജീവിതം. അവരൊരിക്കലും ഭൗതികമായ ലോകത്ത് നിന്ന് അവസാനിച്ചാലും അവരെ ഹയാത്തോടുകൂടെ ഇല്ലെങ്കിലും അവർ ഒരർത്ഥത്തിൽ ആത്മീയമായ നിലക്ക് നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരുടെ സന്ദേശങ്ങൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. അവരുടെ ഓർമ്മകൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കാണിച്ചു തന്ന ഓരോ കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ നൂറ്റാണ്ടുകൾക്ക് പുറത്തും നമ്മൾ അനുഭവിക്കുന്നു. അങ്ങനെ അനുഭവിക്കുന്ന വഴിയിലുള്ള മഹാന്മാരെ നമ്മൾ മഹബത്ത് വെക്കണം, അവരെ നമ്മൾ സ്നേഹിക്കണം. അവർക്ക് വേണ്ടി എല്ലാ ദിവസവും ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യണം. താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഒരു പ്രഭാഷണത്തിന്റെ ശകലം ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടു. മഹാനവറുകൾ പറയാണ്, എനിക്ക് ഇൽമിൽ വളർച്ചയുണ്ടായത് എന്തുകൊണ്ടാണ്? അതിന്റെ പ്രധാനപ്പെട്ട മാനദണ്ഡമായി കാരണമായി അവിടുന്ന് പറയുന്നത് കേൾക്കുന്നത് ഞാൻ ഓസുല്ലാദ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പേരിൽ എല്ലാ ദിവസവും ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യും. ആ ഫാത്തിഹ ഹദിയ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇൽമിൽ ഇത്രയും വലിയ വളർച്ചയുണ്ടായത്. അല്ലാഹു എനിക്ക് ഇൽമിന്റെ ഖിദ്മത്തിന് വലിയ തൗഫീഖ് തന്നത് എന്ന മഹാനവറുകൾ നേരിട്ട് പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞു. നമുക്കും ആഖിറത്തിലേക്കുള്ള സന്തോഷത്തിന് വേണ്ടിയും പടച്ച റബ്ബിന്റെ കോടതിയിൽ നമ്മളെ കൈപിടിക്കാനും മഹാന്മാരുണ്ടാകണമെന്ന് പ്രതീക്ഷിച്ച് എല്ലാ ദിവസവും ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്താൽ അവരുടെ അതേ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയുമല്ലോ. എന്നെ പേടിച്ചവർ ഒട്ടും പേടിക്കണ്ട. ഓസുല്ലാദ് തങ്ങളെ മഹത്വമായി അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ പിടിച്ചവരേകും പേടിക്കണ്ട, അവർക്ക് കൂട്ടായി ഞാൻ ഉണ്ടാകുമെന്ന് മഹാനവറുകൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഓസുല്ലാദ് തങ്ങളെ മുറുകെ പിടിച്ചോളൂ.
എല്ലാ ദിവസവും അവിടുത്തെ ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹയെങ്കിലും ഓതി ഹദിയ ചെയ്തോളൂ. അങ്ങനെ ഹദിയ ചെയ്ത് മഹബത്ത് കാണിച്ചാൽ അല്ലാഹു ഇഷ്ടം വെച്ചവരെ നമ്മൾ ഇഷ്ടം വെച്ചാൽ അല്ലാഹുവിന്റെ മഹബത്തിനും അത് സബബാകും. ഇനി അല്ലാഹു ഇഷ്ടം വെച്ചവരോട് വെറുപ്പ് കാണിച്ചാലോ വിരോധം കാണിച്ചാലോ ഔലിയാക്കളോട് വിരോധത്തോടെ ആര് പ്രതികരിച്ചാലും ആരൊരു വാക്ക് പ്രയോഗിച്ചാലും മനസ്സുകൊണ്ട് വിരോധത്തോടെ ചിന്തിച്ചാലും അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു തന്നെ പറയുകയാണ്. അതുകൊണ്ട് ഔലിയാക്കളെ ആദരിക്കലല്ലാതെ അഹ്ലു ബൈത്തിനെ ആദരിക്കലല്ലാതെ അവരെ അതേ സ്നേഹിക്കലല്ലാതെ വിശ്വാസികൾക്ക് വേറെ ഒരു ആലോചനയില്ല. അല്ലാഹുവേ നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാരെ സ്നേഹിച്ചും മഹബത്ത് വെച്ചും നീ ആദരിച്ച മഹാന്മാരായ ഖുതാബുൽ അർബഅത്തിനെയും ഔലിയാക്കളെയും മനസ്സിൽ സ്നേഹിച്ചു അവരുടെ മഹത്വം പറഞ്ഞു അവരുടെ അതേ ഖുർആൻ ഓതി ഹദിയ ചെയ്തു ആ മഹാന്മാരെ മഹബത്ത് വെച്ചും രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾ പ്രതീക്ഷയോടെ വന്ന മജ്ലിസാണിത്. മഹാന്മാരെ ഓർമ്മിക്കാനും അഹ്ലു ബൈത്തിന്റെ നേതൃത്വത്തിൽ നിന്നോട് ദുആ ചെയ്യാനും നീ ഇഷ്ടപ്പെടുന്ന ദിക്റുകളും അതേ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുമൊക്കെ അഹ്ലു ബൈത്തിന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് നിന്റെ പള്ളിയിൽ ഇരുന്ന് ചെല്ലാൻ ആഗ്രഹിച്ചു വന്നതാണ്. ഞങ്ങളെ ആരെയും നീ ഖായിബാക്കല്ലേ അല്ലാഹ്. ഈ സദസ്സ് വല്ലാത്ത ബറക്കത്തുള്ള ഖബൂലിയത്തുള്ള ഇജാബത്തുള്ള സദസ്സായി ഈ സദസ്സിന്റെ ബറക്കത്ത് സമ്പാദിച്ച സജ്ജനങ്ങളിലായി ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖബൂലിയത്ത് നൽകണം അല്ലാഹ്. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് സയ്യിദ് അവർകൾ ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്ത് ദുആ വസിയത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.